അന്ന് 2024 ഡിസംബർ 31 ഒരു വർഷം കടന്നുപോയതിൻ്റെ സങ്കടവും, എന്നാൽ പിറ്റത്തെ ദിവസം 1 ന്യൂ ഇയറിൻ്റെ ലീവാണല്ലോ എന്നാലോചിച്ചപ്പോഴുള്ള സന്തോഷത്തിൽ നമ്മൾ സൂക്കൽ മദീനത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു ദിവസം മാത്രം ലീവ് ആയതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങോട്ട് പ്ലാൻ ചെയ്തത്. സൂക്കൽ മദീനത്ത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അൽ സൂഫ് ഫസ്റ്റ് ദുബായ് അവിടെയാണ്. ഇവിടെ എത്തിയപ്പോൾ എൻട്രി ഫ്രീ ആയിരുന്നു കേട്ടോ. കണ്ടംപററി ശൈലിയിലുള്ള കുറേ സൂക്കാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടത്. സൂക്ക് എന്ന് വെച്ചാൽ അറബിക്കിൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം. കൂടുതലും ആൻറ്റിക് ഷോപ്പുകളായിരുന്നു. ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, ഡെക്കറേഷൻ ഐറ്റംസ്, ഗോൾഡ്, സിൽവർ, യൂട്ടൻസിൽസ്, സ്പൈസസ്, ഊത്, അറബിക് ഡ്രസ്സസ്, ആർട്ട് ഗാലറീസ്, ഇങ്ങനെ ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു. ശരിക്കും ഇത് ഓതൻറ്റിക് ട്രഡീഷണൽ അറബിക് ബസാറാണ്. നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ്, പക്ഷെ ഒട്ടും അഫോർഡബിൾ അല്ല. ഈ സൂക്ക് കാണുമ്പോൾ ദുബായ് ആണെന്നേ തോന്നില്ല കേട്ടോ. നമ്മൾ വേറെ എവിടെയോ എത്തിയ ഫീലിംഗ് ആണ്. പിന്നെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ നമ്മുടെ കൂടെ. ഇതിൻ്റെ പുറത്ത് എത്തിയപ്പോഴാണ് കണ്ടത് അറബിക് ശൈലിയിലുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ്, വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങളുള്ള 20ലധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. കനാൽ പോലുള്ള ഇതിൻ്റെ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിക്കാം. ഇതൊരു പീസ്ഫുൾ ഔട്ട്ഡോർ മാളായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു പ്രത്യേകത, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബുർജ് അൽ അറബിൻ്റെ ഫുൾ വ്യൂ കാണാം. പിന്നെ നോക്കിയപ്പോൾ ഒരു ജയൻറ്റ് ക്രിസ്മസ് ട്രീ, ജയൻറ്റ് സാന്റാക്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ്സ്, ഫൺ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫണ്ണിന് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ച് മാത്രം ട്രിപ്പ് വരുന്ന എൻ്റെ മോൻ ഇത് കണ്ടപ്പോൾ തന്നെ കളിയായി. അവൻ കുറച്ച് വലുതായി പോയത് കാരണം അവന് പറ്റിയ റൈഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും താൽക്കാലിക ആശ്വാസത്തിന് ഭാഗത്തിനൊരു ജമ്പിങ് ട്രക്കെങ്കിലും ഉള്ളത് കൊണ്ട് അവനെ അതിൽ കെട്ടിത്തൂക്കി. വലിയ ബോധിച്ചില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ബുർജുമ മോളിലാണ്. അവിടെ മാജിക് പ്ലാനറ്റ് 70 ഇല്യൂഷനിൽ കയറ്റി. അവന് സമാധാനം കിട്ടി. അവിടെ അവനൊരു ഫ്രണ്ടിനെയും കിട്ടി. രണ്ടുപേരും കൂടെ പിന്നെ കളിയായിരുന്നു. അതിനുശേഷം ന്യൂ ഇയർ ഫയർ വർക്ക് കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അൽസീഫിൽ പോയി. അങ്ങനെ കൃത്യം രാത്രി 12 മണിക്ക് ആകാശത്ത് പൂത്തിരികളൊക്കെ കത്തി വെടിവെച്ചകൾ ഉതിർന്നു. ഒരു അടിപൊളി ന്യൂ ഇയർ Happy New Year!